സ്വപ്ന സമ്മാനം എന്ന് പറഞ്ഞാൽ പോരാ, അതിനും എത്രയോ വലുതാണ് മെസ്സിയും സംഘവും കേരളത്തിൽ കളിക്കാനെത്തുമെന്ന വാർത്ത. നമ്മുടെ ലോകം കാൽപന്തോളം വലുതാകുന്ന ആ ദിവസത്തിനായുള്ള കാത്തിരിപ്പിലായിരിക്കും ഇനി മുതൽ കേരളം. മഞ്ഞുമലകളെ, മെസ്സി വേഗം വരുന്നു. ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു. കാൽപന്തിന്റെ പ്രവാചകരുടെ ദൈവമായ മറഡോണ വേഗത്തിൽ സംഭവിക്കേണ്ടുന്നത് തൻ്റെ ആരാധകർക്ക് കാണിച്ചു കൊടുപ്പാൻ ഭൂമിയിലെ ഏറ്റവും മികച്ച കാൽപന്ത് കളിക്കാരനായ തൻ്റെ ദൂതനെയും അവൻ്റെ മികച്ചവരിൽ മികച്ചവരായ സംഘത്തെയും ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലേക്ക് അയച്ചിരിക്കുന്നു. മെസ്സിയും സംഘവും നമ്മുടെ നാട്ടിൽ കളിക്കാൻ വരുമെന്ന് നമ്മുടെ കായിക മന്ത്രി സ്ഥിരീകരിക്കുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഈ വാർത്ത അത്രയേറെ ഹൃദയം തൊടുന്നതാകുന്നു. നമ്മുടെ കാലത്ത് നമ്മളോടൊപ്പം ഭൂമി പങ്കിടുന്ന ഒരു ഇതിഹാസവും അവൻ്റെ സംഘവും നമ്മുടെ സ്വന്തം നാട്ടിൽ നമ്മുടെ കൺമുന്നിൽ പന്ത് തട്ടാൻ വരുന്നുവെന്നത് അർജന്റീന ആരാധകർക്ക് മാത്രമല്ല, ശരാശരി കാൽപന്ത് ആരാധകർക്ക് പോലും സ്വപ്ന സമാനം. മാജിക്കൽ റിയലിസ്റ്റായ ഒരു സ്വപ്നം സംഭവിക്കാൻ പോകുന്നു. ഈ വലിയ വാർത്ത വരുന്നുവെന്ന സൂചനകൾ കിട്ടിയപ്പോൾ മുതലേ മലയാളി കളിയാരാധകരുടെ ഹൃദയങ്ങളിൽ ലാറ്റിൻ അമേരിക്കൻ പന്തടക്കത്തിൻ്റെ ക്ഷേത്രഗണിതങ്ങൾ വിരിഞ്ഞു തുടങ്ങി. ഫുട്ബോൾ കാറ്റ് നിറച്ച ഒരു തുകൽപന്ത് മാത്രമല്ല, മിടിക്കുന്ന ഹൃദയമുള്ള ജീവചൈതന്യമാണെന്ന് കരുതുന്ന ഒരു ജനതയാണ് കേരളം. ലോക ഫുട്ബോളിൽ കടുകോളം ചെറിയൊരു സ്ഥാനമേ ഇതുവരെ കാലത്തി തൊടാനായിട്ടുള്ളൂ എങ്കിലും IM വിജയനും VP സത്യനും CV പാപ്പച്ചനും ജോ പോളും മുഹമ്മദ് റാഫിയും CK വിനീതും വരെയുള്ള പ്രതിഭകളിലൂടെ ലോകത്തോളം വലിയ സ്വപ്നങ്ങൾ കാണുന്ന കേരളം. ബ്ലാസ്റ്റേഴ്സും FC കൊച്ചിനും കേരള പോലീസും ഗോകുലം കേരളയും മുതൽ 7 ടീമുകൾ വരെ ബൂട്ട് കെട്ടിയിറങ്ങുമ്പോൾ ഗ്യാലറിയിൽ മെക്സിക്കൻ തിരമാലകൾ വിരിയുന്ന നാട്. ലോകകപ്പ് കാലത്ത് ആകാശത്തോളം ഉയരത്തിൽ മെസ്സിയും റൊണാൾഡോയും നെയ്മറും പുള്ളാവൂർ പുഴയിൽ ഉയർന്നു നിൽക്കുന്ന നാട്. യൂറോയും കോപ്പയും ഒരേപോലെ ഹൃദയം നിറയ്ക്കുന്ന കേരളത്തിലേക്ക് അർജന്റീന വരുന്നു. എല്ലാ വിശേഷണങ്ങൾക്കും അപ്പുറത്തെ സന്തോഷ വാർത്ത. ലോകത്തിലെ ഏറ്റവും മികച്ച പന്തുകളി സംഘം വരുന്നു എന്നത് മാത്രമോ? സത്യത്തിൽ എത്ര വിധാനങ്ങളുള്ള സന്തോഷമാണിത്. അർജന്റീനയെയും മെസ്സിയെയും ആഘോഷിക്കുമ്പോഴെല്ലാം നമ്മൾ എന്തിനെയൊക്കെ ആരെയെല്ലാം ആഘോഷിക്കുന്നു. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത റൊസാരിയോ തെരുവുകളെ, ബ്രസീലിയൻ സാമ്പയെ, മെക്സിക്കൻ വസന്തത്തെ, നെരൂദിയൻ കവിതയിലെ വസന്തത്തിൻ്റെ ഹെയ്സൽ പൂക്കളെ, പെലയെ, മറഡോണയെ, ക്രൈഫിനെ, ഹിഗ്വിറ്റയെ, മാർക്കേസിനെ, പൗലോ കൊയ്ലോയെ, ഒക്ടോവിയ പാസിനെ, ലാറ്റിൻ അമേരിക്കയെ, യൂറോപ്പിനെ, ഈ ഭൂഗോളത്തെയാകെ. സ്നേഹസൗന്ദര്യങ്ങളുടെ കലർപ്പില്ലാത്ത ആദിരൂപങ്ങളെയെല്ലാം ഒന്നാകെ. എത്രമേൽ സുഖം, എത്രമേൽ ഹർഷം, എത്രമേൽ ദുഃഖമുക്തി പ്രധാനം. കൽപ്പറ്റ നാരായണൻ ഇങ്ങനെ എഴുതി: എല്ലാവരും തുല്യരാകുന്ന, ധർമ്മം പുലരുന്ന ഒരു ഭൂതലമെന്ന സ്വപ്നത്തിനായുള്ള തപസ്സിന് കിട്ടിയ വരമാകാം ഒരു ഫുട്ബോൾ ഗ്രൗണ്ട്. നീലഗഗനമേ പൂചൊരിയൂ, നമ്മുടെ മൈതാനത്ത് കളിക്കാൻ ലോക ചാമ്പ്യന്മാർ വരുന്നു. ഒരു വർഷം ദിവസങ്ങളെണ്ണി കാത്തിരിക്കണമെന്നതാണ് ഇനിയത്തെ പ്രയാസം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.